എല്ലാവർക്കും നമസ്കാരം. ക്രാക്ക് PSC സ്മാർട്ട് സ്റ്റഡിയുടെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ 3-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം COVID-19 ബന്ധപ്പെട്ടുള്ള കുറച്ച് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് പഠിക്കാനായി പോകുന്നത്. നമുക്ക് തുടങ്ങാം. COVID-19 സമൂഹ വ്യാപനം തടയുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സംസ്ഥാന ക്യാമ്പയിൻ ബ്രേക്ക് ദ ചെയിൻ. എന്താണ്? COVID-19 സമൂഹ വ്യാപനം തടയുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സംസ്ഥാന ക്യാമ്പയിൻ ഏതാണെന്ന് ചോദിച്ചാൽ ബ്രേക്ക് ദ ചെയിൻ. കേരള സർക്കാർ ആരംഭിച്ച ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ 2-ാം ഘട്ടം അറിയപ്പെടുന്നത് തുടരണം ഈ കരുതൽ. എന്താണ്? ബ്രേക്ക് ദ ചെയിൻ്റെ 2-ാം ഘട്ടമാണ് എന്താണ് അറിയപ്പെടുന്നത്? തുടരണം ഈ കരുതൽ. അടുത്തത്, ജനങ്ങളിൽ COVID-19 പറ്റിയുള്ള വിവരങ്ങൾ എത്തിക്കാൻ കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ ഗോഗ് ഡയറക്റ്റ്. എന്താണ്? ഗോഗ് ഡയറക്റ്റ്. ജനങ്ങളിൽ COVID-19 പറ്റിയുള്ള വിവരങ്ങൾ എത്തിക്കാൻ കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഗോഗ് ഡയറക്റ്റ്. അപ്പോൾ എന്താണ് പറയുന്നത്? സമൂഹ വ്യാപനം തടയുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ബ്രേക്ക് ദ ചെയിൻ. അതിൻ്റെ 2-ാം ഘട്ടമാണ് തുടരണം ഈ കരുതൽ. അതിനു വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ഗോഗ് ഡയറക്റ്റ്. അടുത്തത്, COVID-19 മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് കുടുംബശ്രീ വഴി വായ്പ നൽകുന്ന പദ്ധതിയാണ് സഹായ ഹസ്തം. എന്താണ്? സഹായ ഹസ്തം. എന്താണ്? സഹായ ഹസ്തം. COVID-19 മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് കുടുംബശ്രീ വഴി വായ്പ നൽകുന്ന പദ്ധതിയാണ് സഹായ ഹസ്തം. അടുത്തത്, ലോക്ക്ഡൗൺ സമയത്ത് മലപ്പുറം ജില്ലയിൽ അവശ്യമരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി. ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. ഓർത്തു വയ്ക്കുക. ഓരോ ജില്ലകൾക്കും പദ്ധതികളുണ്ട്, അതുകൊണ്ട് തന്നെ ഓർത്തു വയ്ക്കുക. മലപ്പുറം ജില്ലയിൽ അവശ്യ മരുന്നുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സഞ്ജീവനി. അടുത്തത്, പത്തനംതിട്ടയിൽ COVID-19 സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഫ്രം ഹോം. ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. എന്താണ്? അവർക്ക് വസ്ത്രങ്ങൾ, ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഫ്രം ഹോം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? കുടുംബശ്രീ വഴി വായ്പ നൽകുന്ന പദ്ധതിയാണ് സഹായ ഹസ്തം. മലപ്പുറം ജില്ലയിൽ അവശ്യ മരുന്നുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സഞ്ജീവനി. പത്തനംതിട്ടയിൽ എന്താണ്? ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഫ്രം ഹോം. അടുത്തത്, COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി കണ്ണൂരിലെ കൊറോണ സെൻറ്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി കണ്ണൂരിലെ കൊറോണ സെൻറ്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നൈറ്റിൻഗേൽ 19. ഏതാണ്? നൈറ്റിൻഗേൽ 19. അടുത്തത്, COVID-19 പശ്ചാത്തലത്തിൽ മടങ്ങിവരുന്ന പ്രവാസികൾക്ക് KSFE ആരംഭിച്ച സഹായ വായ്പാ പദ്ധതിയാണ് ജീവനം. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആരാണ് കൊണ്ടുവന്നത്? KSFEയിലാണ് ആരംഭിച്ച സഹായ വായ്പാ പദ്ധതിയാണ് ജീവനം. അടുത്തത്, COVID-19 സാഹചര്യത്തിൽ കേരള സർക്കാർ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് നിരാമയ. എന്താണ്? നിരാമയ. COVID-19 സാഹചര്യത്തിൽ കേരള സർക്കാർ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് നിരാമയ. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്തൊക്കെയാണ്? കണ്ണൂരിലെ നമ്മുടെ റോബോട്ട് അല്ലേ? റോബോട്ട് എന്താണ് പേര്? നൈറ്റിൻഗേൽ 19. അത് കഴിഞ്ഞ് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് KSFE ആരംഭിച്ച സഹായ വായ്പാ പദ്ധതിയാണ് ജീവനം. അടുത്തത് എന്താണ്? COVID-19 സാഹചര്യത്തിൽ കേരള സർക്കാർ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് നിരാമയ. അടുത്തത്, COVID-19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ. ആരുടേതാണ്? കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1075. എത്രയാണ്? 1075. അടുത്തത്, COVID-19 തുടർന്ന് ഇന്ത്യൻ ആർമി തുടങ്ങിയ ദൗത്യം അറിയപ്പെടുന്ന പേര്. ആരുടേതാണ്? നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ദൗത്യമാണ്. പേരെന്താണ്? ഓപ്പറേഷൻ നമസ്തേ. എന്താണ്? ഓപ്പറേഷൻ നമസ്തേ. അടുത്തത്, COVID-19 വ്യാപനം തടയുന്നതിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരുന്നെത്തിക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച സംരംഭം.
എവിടത്തേക്കാണ്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ. എന്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? മരുന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച സംരംഭത്തിൻ്റെ പേരാണ് ലൈഫ് ലൈൻ ഉഡാൻ. ലൈഫ് ലൈൻ ഉഡാൻ. അടുത്തത്, ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ പഴം, പച്ചക്കറി തുടങ്ങിയവ ഓൺലൈനിലൂടെ ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ പഴം, പച്ചക്കറി തുടങ്ങിയവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ സമയത്ത് എന്ത് ചെയ്തു? ഓൺലൈൻ വഴിയൊക്കെ പഴവും പച്ചക്കറിയൊക്കെ വാങ്ങേണ്ട അവസ്ഥ വന്നു. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. അടുത്തത്, ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആദിവാസി മേഖലയിലെ വനകാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി കേരള സംസ്ഥാന വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് വനിക. എന്താണ്? വനിക. ഓർക്കുക, എവിടത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ആദിവാസി മേഖലയിലെ വനകാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനാരംഭിച്ച പദ്ധതിയാണ് വനിക. വനിക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? പഴം, പച്ചക്കറി നമ്മൾ ഓൺലൈനിലൂടെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വന്ന പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. അടുത്ത്, ആദിവാസി മേഖലയിലെ വനകാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി വന്ന പദ്ധതിയാണ് വനിക.